നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ഏപ്രിൽ മാസം പിറക്കുന്നതോട് കൂടിയിട്ട്, അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മേടമാസം 1-ാം തീയതി എന്ന് പറയുമ്പോൾ മേട രവി സംക്രമാണ്. സൂര്യൻ തൻ്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള പ്രത്യേകത വളരെ വലുതാണത്. ആ പ്രത്യേകത നമ്മുടെ ജീവിതത്തിലുടനീളം ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഒക്കെ പലർക്കും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 27 നക്ഷത്ര ജാതകർക്കും അത് പല വിധത്തിലുള്ള ഗുണദോഷങ്ങൾ ഉണ്ടാക്കും. ഗുണദോഷ സമ്മിശ്രം ചിലർക്കുണ്ടായിരിക്കും. ഗുണങ്ങളും ദോഷങ്ങളും വന്നിട്ട് പോയിട്ടിരിക്കും. അപ്പൊ ഈ മേട രവി സംക്രമം ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ശബരിമല നട തുറക്കുക, അങ്ങനെ കുറെ പ്രത്യേകതകൾ ഏപ്രിൽ മാസത്തിലുണ്ട്. അപ്പൊ മേട രവി സംക്രമത്തിൽ പിറക്കുന്നതോട് കൂടിയിട്ട് നമുക്കിവിടെ പറയാനുള്ളത്, പ്രത്യേകിച്ച് വളരെയധികം വലിയ രീതിയിൽ ഗുണങ്ങൾ ലഭിക്കുന്ന 3 നക്ഷത്രക്കാരെ കുറിച്ചാണ്. അതായത് ഒന്ന് മകരം രാശിയിലുള്ള നക്ഷത്രമാണ് തിരുവോണം. ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ഏറെ ഗുണങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ഏപ്രിൽ മാസം പിറക്കുന്നതോട് കൂടി സംഭവിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ബുദ്ധിമുട്ട്, വളരെയധികം കഷ്ടകാലങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിരുന്ന ചില ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ അടുത്ത നക്ഷത്രം തുലാം രാശിയിൽ വരുന്ന ചോതി നക്ഷത്രമാണ്. ഇവർക്കും മേട രവി സംക്രമത്തോട് കൂടിയിട്ട് ജീവിതത്തിൽ വലിയ തോതിലുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കും. അടുത്ത നക്ഷത്രം കർക്കിടം രാശിയിൽ വരുന്ന ആയില്യം നക്ഷത്രമാണ്. ഇവർക്കും വളരെയധികം നല്ല നല്ല കാര്യങ്ങൾ, ഏറ്റവും ഗുണങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളാണ് ഈ 3 നക്ഷത്രങ്ങളും: ആയില്യം, ചോതി, തിരുവോണം. ഈ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇതുവരെ ഇല്ലാത്തൊരു ഭാഗ്യം ഇവരെ തേടിയെത്തും. നല്ല നല്ല ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടാകും. സാമ്പത്തിക ഉയർച്ചയുണ്ടാവും, ജോലിയിൽ കയറ്റമുണ്ടാകും, ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാകും. ഇങ്ങനെ വളരെ നല്ല നല്ല അനുഭവങ്ങളായിരിക്കും. ഇതിനെപ്പറ്റി വിശദമായി അറിയാൻ യൂട്യൂബിൽ ലോങ് വീഡിയോ ഉണ്ട്, കയറി കാണുക. നന്ദി, നമസ്കാരം.